തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ബളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വെള്ളരിക്കുണ്ട് സബ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന BJP സർക്കാരിനോട് പ്രതിഷേധിക്കുന്നതിനു വേണ്ടി AICCയുടെ ആഹ്വാന പ്രകാരം എല്ലാ പഞ്ചായത്തിലെയും മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയമുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെയും ബളാൽ മണ്ഡലത്തിന്റെയും കരുത്തുറ്റ പ്രതിനിധികൾ നയിക്കുന്ന റാലി ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. കേരള പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതികളെ വെട്ടിക്കുറച്ച് എല്ലാ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാതെ, അവരുടെ വരുമാനം നഷ്ടപ്പെടാതെ ഈ പദ്ധതി ഈ ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വളരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് 2 മാസക്കാലം ജോലി നിഷേധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളൊക്കെ നെല്ല് കൊയ്യുന്ന സമയങ്ങളിൽ കേരളത്തിലൊക്കെ വിളവെടുപ്പ് നടക്കുന്ന ഇഞ്ചിയും കപ്പയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിളവെടുപ്പ് നടക്കുന്ന 2 മാസക്കാലം ഈ പണി നിർത്തിവെക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ 100 ദിനം തൊഴിലായി എന്നുള്ളത് വെറും 50 ദിവസമായിട്ട് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്കും ഇത് വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് AICCയുടെ നേതൃത്വത്തിൽ ഈ സമര പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 11 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച BJP ഗവൺമെന്റ് അവര് പറയുന്ന ഈ രാജ്യത്തെ സാമ്പത്തികമായിട്ട് വളർത്തി ഇന്ത്യയിലെ തൊഴിലവസരങ്ങളോ യുവാക്കളുടെ പഠിക്കുന്ന ആളുകളുടെയൊക്കെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു, ഉയർന്ന ശമ്പളം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഗവൺമെന്റ് പറയുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികള് മാതാപിതാക്കളായി എന്റെ മുമ്പിൽ ഈ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഒരു മകളെ വിട്ട് നേഴ്സിംഗ് പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു മകളെ വിട്ട് എഞ്ചിനീയർ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നിങ്ങൾ പഠിപ്പിച്ച് പുറത്തിറക്കുമ്പോൾ അവർക്ക് പഠനത്തിൽ ചെലവായ തുകയ്ക്കനുസരിച്ച് അവര് പഠിച്ച ബിരുദത്തിനനുസരിച്ച് ഒരു ജോലി ഈ രാജ്യത്ത് കൊടുക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് അഭ്യസ്തവിദ്യരായ ആളുകള് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നതെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MP ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ലത, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പഞ്ചായത്ത് അംഗങ്ങളായ CV ശ്രീധരൻ, TV ചന്ദ്രൻ, കുഞ്ഞിരാമൻ പാട്ടത്തിൽ, മിനി ആന്റണി, ജിത PV, ലക്ഷ്മി CK, AV ശ്യാമള, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിബിച്ചൻ പുളിങ്കാല സ്വാഗതവും മിനി മാത്യു നന്ദിയും പറഞ്ഞു. മാർച്ചിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ K സുരേന്ദ്രൻ, ജോസ് വർഗീസ്, KD തോമസ്, ഷീജ റോബർട്ട് എന്നിവർ നേതൃത്വം നൽകി. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ. വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അഫ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ.
അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.